2025 ജൂലൈ 5-ന് ജപ്പാനിൽ വലിയൊരു ദുരന്തമുണ്ടാകുമെന്ന പുതിയ ബാബാവാങ്ക എന്നറിയപ്പെടുന്ന റിയോ തത്സുഗിയുടെ പ്രവചനം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. ജപ്പാനെയും ജപ്പാന്റെ ടൂറിസം മേഖലയെയും ഇത് തെല്ലൊന്നുമല്ല പിടിച്ചുലച്ചത്. എന്നാൽ ജപ്പാൻ കാലാവസ്ഥാ ഏജൻസിയുടെ അടുത്തിടെ വന്ന റിപ്പോർട്ടിൽ തെക്കൻ ജപ്പാനിലെ ഒരു വിദൂര ദ്വീപ സമൂഹത്തിൽ കഴിഞ്ഞ ദിവസം മുതൽ 470-ലധികം ഭൂകമ്പങ്ങൾ ഉണ്ടായതായി പറയുന്നുണ്ട്. ഇതിന് പിന്നാലെ ഈ ഭൂചലനങ്ങളെയും പുതിയ ബാബാവാങ്കയുടെ പ്രവചനങ്ങളെയും കൂട്ടിവായിക്കുകയാണ് പലരും. ജപ്പാൻ കാലാവസ്ഥാ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ക്യൂഷുവിന് തെക്ക് സ്ഥിതി ചെയ്യുന്ന ടോക്കര ദ്വീപുകളിലാണ് നിരന്തരം ഭൂചലനങ്ങൾ അനുഭവപ്പെടുന്നത്. എന്നാൽ ഇതുവരെ വലിയ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയോടെ പ്രദേശത്ത് 474 ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. റിക്ടർ സ്കെയിലിൽ 6 തീവ്രതയുള്ള ഭൂചലനം വരെ ഉണ്ടായേക്കാമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പിലുള്ളത്. എല്ലാ വർഷാവസാനവും പ്രവചനങ്ങളുമായി എത്താറുള്ള ബാബാവാങ്കയുമായി പരക്കെ താരതമ്യം ചെയ്യപ്പെടുന്ന ജാപ്പനീസ് മാംഗ കലാകാരിയാണ് റിയോ തത്സുഗി. വർഷങ്ങളായി താൻ നേടി എന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന സ്വന്തം ദർശനങ്ങളുടെ സമാഹാരമായ ദി ഫ്യൂച്ചർ ഐസോ എന്ന പുസ്തകം 1999-ൽ പുറത്തിറങ്ങിയതോടെയാണ് ഇവർ ശ്രദ്ധ നേടുന്നത്. 2011 മാർച്ചിൽ ജപ്പാന്റെ വടക്കൻ തോഹോക്കോ മേഖലയിൽ ഉണ്ടായ വിനാശകരമായ ഭൂകമ്പവും സുനാമിയും അടക്കം താൻ പ്രവചിച്ച അതേ വർഷം അതേ മാസം നടന്നെന്നാണ് ഇവരുടെ അവകാശവാദം. 1995-ലെ കോബെ ഭൂകമ്പവും ഇതിഹാസ സംഗീതജ്ഞൻ മെർക്കുറിയുടെ മരണവും മുൻകൂട്ടി കണ്ടതായി പുസ്തകത്തിലുണ്ട്. 2021-ൽ ഈ പുസ്തകം പുതിയ പതിപ്പായി വീണ്ടും പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇതിലാണ് 2025 ജൂലൈയിൽ ജപ്പാനിൽ മഹാദുരന്തം സംഭവിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയത്. 2025 ജൂലൈയിൽ മഹാദുരന്തം സംഭവിക്കുമെന്നാണ് പുതിയ ബാബാവാങ്കയുടെ മുന്നറിയിപ്പ്. ജപ്പാനും ഫിലിപ്പീൻസിനുമിടയിൽ കടലിനിടയിൽ വലിയ വിള്ളലുണ്ടാകാമെന്നും 2011-ലെ തോഹോക്കു ദുരന്തത്തിൽ കണ്ടതിനേക്കാൾ 3 ഇരട്ടി ഉയരമുള്ള സുനാമികൾ ഉണ്ടാകുമെന്നാണ് ഇവരുടെ പ്രവചനം. ജപ്പാനിലെ സമുദ്രങ്ങൾ തിളച്ചുമറിയുമെന്നും ഇവരുടെ പ്രവചനത്തിലുണ്ട്. ഇത് വെള്ളത്തിനടിയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തെ സൂചിപ്പിക്കുന്നുവെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ജൂലൈ അടുക്കുന്തോറും റിയോ തത്സുഗിയുടെ പ്രവചനം പൊതുജനങ്ങളിൽ ഭീതി വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ പൊതുജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നാണ് ജാപ്പനീസ് ഉദ്യോഗസ്ഥർ ജനങ്ങളെ അറിയിച്ചിട്ടുള്ളത്. ഔദ്യോഗിക മുന്നറിയിപ്പുകളെ മാത്രം കണക്കിലെടുക്കുക, കിംവദന്തികൾ വിശ്വസിക്കാതിരിക്കുക എന്നതാണ് നിർദ്ദേശം. വലിയ സംഭവങ്ങളൊന്നുമില്ലാതെ ജൂലൈ കടന്നു പോകുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. 4 പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ജപ്പാൻ. ലോകത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പ സുനാമി സാധ്യത പ്രദേശം. ജപ്പാനിൽ എല്ലാ വർഷവും ഏകദേശം 1500 ഭൂചലനങ്ങൾ ഉണ്ടാകാറുണ്ടെന്നാണ് പറയുന്നത്. കൂടാതെ ഓരോ 5 മിനിറ്റിലും രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഭൗമചലനങ്ങൾ രേഖപ്പെടുത്തുന്നുമുണ്ട്. കൂടാതെ 400-ലധികം സജീവ അഗ്നിപർവ്വതങ്ങളുള്ള പസഫിക് സമുദ്രത്തിലെ റിംഗ് ഓഫ് ഫയർ എന്ന് വിളിക്കപ്പെടുന്ന മേഖല ജപ്പാനിലൂടെയും കടന്നു പോകുന്നുണ്ട്. അതേസമയം വാങ്കയുടെ പല പ്രവചനങ്ങളും തെറ്റിയിട്ടുണ്ടെന്ന് വിമർശകർ വാദിക്കുന്നുമുണ്ട്. എന്നാൽ നിലവിൽ ജപ്പാനിലേക്കുള്ള ടൂറിസം ബുക്കിംഗുകൾ ക്യാൻസൽ ആകുന്നത് ജപ്പാന്റെ വരുമാനത്തെ ബാധിക്കുന്ന വിഷയമാണ്. എന്ത് തന്നെയായാലും 2025 ജൂലൈ 5 കഴിഞ്ഞാൽ ടൂറിസ്റ്റുകളുടെ വരവ് വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ജപ്പാനിലെ ടൂറിസം മേഖല.